Welcome back to my YouTube channel. So today let's talk something serious, very serious. സോഷ്യൽ മീഡിയ ഇസൻ റിയൽ. സോഷ്യൽ മീഡിയയിൽ ഒരു 30 സെക്കൻഡ് കാണുന്ന റീൽ അല്ലെങ്കിൽ ഒരു 1 മിനിറ്റ് കാണുന്ന റീൽ നമ്മൾ ഹാപ്പി മൊമെന്റ്സും നമ്മളുടെ ഹാപ്പിയസ്റ്റ് തിങ്സ് ആയിരിക്കും കൂടുതലും ഷെയർ ചെയ്യാം. അല്ലാത്ത നെഗറ്റീവ്സ് ഷെയർ ചെയ്യുന്നവരുണ്ട്. എന്നാലും മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ വിൽ ഷെയർ ദർ പോസിറ്റീവ് മൊമെന്റ്സ് അല്ലെങ്കിൽ പോസിറ്റീവ് തിങ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ട്രിപ്പ് പോയ വീഡിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും മോസ്റ്റ്ലി നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാറ്. നമ്മളിത് കാണുമ്പോൾ വിചാരിക്കും ഇവരുടെ ലൈഫ് അത് സൂപ്പർ ആണല്ലേ, ഇവർക്ക് അത് കിട്ടി ഇത് കിട്ടി, ഇവർ അവിടെ പോകുന്നു ഇവിടെ പോകുന്നു, വാട്ട് എ വണ്ടർഫുൾ ലൈഫ്, ഐ ജസ്റ്റ് വാണ്ട് ദാറ്റ് ലൈഫ് എന്ന് നമ്മൾ വിചാരിക്കും. ബട്ട് വി ഡോണ്ട് നോ വാട്ട് ഈസ് ബിഹൈൻഡ് ദാറ്റ്. നമ്മൾ ആ ക്യാമറ ഓൺ ആക്കി കാണുന്ന ആ ഒരു 30 സെക്കൻഡ് വീഡിയോ വെച്ചിട്ട് ഒരാളുടെ ലൈഫ് ജഡ്ജ് ചെയ്യാൻ പാടില്ല. അഡ്ലൈൻ അൺലെസ് നമുക്ക് അവർ നേരിട്ട് അറിയില്ലെങ്കിൽ. ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മളൊരു ട്രിപ്പ് പോയിരുന്നു. ഈ ട്രിപ്പ് പോയ സമയത്ത് ഈവൻ ഞാൻ വീഡിയോസ് എടുക്കുന്ന ആളായിട്ട് പോലും ഒരു 2 സെക്കൻഡ് വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ എനിക്ക് മടുക്കും. ലൈക്ക് നമുക്ക് ആ സ്ഥലം എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല, വീഡിയോയിൽ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വി ആർ വർക്കിംഗ് ദർ, വി ആർ നോട്ട് എൻജോയിങ് എന്നൊരു തോട്ട് എനിക്ക് വന്നിട്ട് ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുമ്പോൾ 2-3 വീഡിയോസ് ഒക്കെ എടുത്തിട്ട് ഓക്കെ ഇത് മതി, ഐ ജസ്റ്റ് എൻജോയ് ദ നേച്ചർ ആൻഡ് കുറച്ചെടുക്കും. പക്ഷേ ഞാനിങ്ങനെ അയ്യോ എനിക്കിത് റീൽ ഇടണമല്ലോ, എനിക്ക് നല്ല നല്ല ഫോട്ടോസ് എടുക്കണമല്ലോ, വീഡിയോസ് എടുക്കണമല്ലോ എന്ന് പറഞ്ഞ് പ്രഷർ ചെയ്ത് എടുക്കുമ്പോൾ എനിക്ക് ആക്ച്വലി ആ സ്ഥലത്തിന് എൻജോയ് ചെയ്യാൻ പറ്റാറില്ല മോസ്റ്റ്ലി. ഫോർ എക്സാമ്പിൾ ഞാൻ മലേഷ്യ പോയപ്പോൾ വ്ളോഗ് ഇടണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറേ വീഡിയോസ് എടുത്തിരുന്നു. ഓക്കെ വ്ളോഗിങ് എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ എടുത്തു. പക്ഷെ അറ്റ്ലീസ്റ്റ് കുറച്ച് കഴിയുമ്പോൾ ഞാൻ എക്സോസ്റ്റഡ് ആയിട്ട് ഞാൻ നിർത്തി. ഇതൊക്കെ മതി, ഈ ഒരു കണ്ടന്റ് വെച്ചിട്ടുള്ള വ്ളോഗ് ഇട്ടാൽ മതി എന്ന് വെച്ചിട്ട് ഞാൻ നിർത്തി. നമ്മളൊരു ഫോട്ടോ കണ്ടിട്ട് ഇവരെന്ത് ഹാപ്പി ആണെന്ന് വിചാരിക്കുമ്പോൾ അത് വെറുതെ ഫോട്ടോയ്ക്ക് വേണ്ടി ആക്ട് ചെയ്തതാവാനും ചാൻസ് ഉണ്ടല്ലോ. അപ്പം നമ്മൾ ഒരിക്കലും ഒരു ആൾക്കാരെ കണ്ടിട്ട് ഓ അവരുടെ ട്രിപ്പ് എന്തൊക്കെ ഇടില്ലനായിരുന്നില്ലേ, നമ്മുടെ ട്രിപ്പ് മാത്രം എന്തെങ്കിലും മൂഞ്ചി പോയി എന്ന് ചിന്തിക്കരുത്. അവരവരുടെ നല്ല സൈഡ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അതിൻ്റെ ഉള്ളിൽ ഒരു ട്രിപ്പ് പോകുമ്പോൾ നമുക്കറിയാം ഇഷ്ടം പോലെ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. അപ്പോൾ ഡോണ്ട് കമ്പയർ ദ പോസിറ്റീവ് തിങ്സ് ഓൺലി. നെഗറ്റീവ്സും ഉണ്ടായിട്ടുണ്ടാവും, പക്ഷെ അവരതൊന്നും ഷോക്കേസ് ചെയ്തില്ല. അതുകൊണ്ടാണ് ചിലവരുണ്ട് നെഗറ്റീവ് കാണിച്ച് റീച്ച് ഉണ്ടാക്കുന്നവരും, അതും ഒരു കണ്ടന്റ് ആണ് അല്ലേ. ചിലപ്പോൾ ഇത്രയൊന്നും ഉണ്ടാവില്ല, അവരതൊരു വലിയ പൊലിമയാക്കി കാണിച്ച് കാശുണ്ടാക്കാൻ വേണ്ടി അങ്ങനെയുള്ളവരെയും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. സോ അതാ പറഞ്ഞത്, സോഷ്യൽ മീഡിയയിൽ കാണുന്ന എല്ലാം ഒന്നും സത്യമല്ല, പകുതി തള്ളാണ്. ലിറ്ററലി അതാണ്. പിന്നെ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ ഡേ ഇൻ മൈ ലൈഫ് എന്ന് വിചാരിച്ചു ഞാനടക്കം ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാറുണ്ട്. ഈ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കല്ലേ എന്ന് വെച്ചിട്ട് കുറച്ച് കോൺഷ്യസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യും. അതിപ്പോൾ വീഡിയോ ഇല്ലെങ്കിൽ ചിലപ്പോൾ അത്രയും കോൺഷ്യസ് ആയിട്ട് ലുക്സ് തന്നെ എടുക്കണം. ഇപ്പം വീട്ടിലിപ്പോൾ ഞാനിങ്ങനെ ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലിപ്സ്റ്റിക് ഇട്ടത്. അത് ശരിക്കും വേറെ വല്ലവരാണെങ്കിൽ കുറച്ചും കൂടി ഒരുങ്ങും, ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു ലിപ്സ്റ്റിക്കിൽ ഒതുക്കി. പക്ഷെ അതിലിപ്പോൾ ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ഈ ലിപ്സ്റ്റിക് ഒന്നും ഇടില്ല. വീഡിയോ എടുക്കണമല്ലോ, ഓക്കെ ലിപ്സ്റ്റിക് എങ്കിലും ഇട്ടേക്കാം. മനസ്സിലായോ? അപ്പം നമ്മൾ കാണിക്കുന്ന എല്ലാം റോ ആയിരിക്കില്ല, കുറച്ചൊക്കെ നമ്മളതിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ എഫേർട്ട് എടുത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ആയാൽ പോലും ആ ഡേയിലെ നല്ല കാര്യങ്ങൾ മാത്രമായിരിക്കും കാണിക്കുന്നത്. മനസ്സിലായോ? അപ്പം നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല നമ്മളെ ലൈഫ് ബാക്കിയുള്ളവരെ ലൈഫ് വെച്ചിട്ട്. അവർക്ക് അതൊക്കെ ഉണ്ടല്ലോ എനിക്കതില്ലല്ലോ എന്ന് വെച്ചിട്ട് സങ്കടപ്പെടരുത്. പക്ഷെ നിങ്ങൾക്കുള്ള പലതും ചിലപ്പോൾ അവർക്ക് ഉണ്ടാവില്ല, അത് അവർ കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. എല്ലാവരുടെ ജീവിതത്തിലും അപ്സും ഡൗൺസും ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ലൈഫിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ വെച്ച് സന്തോഷമായിട്ട് ജീവിക്കുകയാണെങ്കിൽ അടിപൊളിയാ ലൈഫ്. കിട്ടില്ലെന്നാ നിങ്ങൾ വിചാരിക്കും ഞാൻ ഭയങ്കര പോസിറ്റീവായിട്ട് അടിപൊളി ചിന്താഗതിയാണ് എൻ്റെ. നോ, അല്ല, ഞാനും ഇതുപോലെ എന്നെ വേറെ വല്ലവരൊക്കെ വെച്ചിട്ട് കമ്പയർ ചെയ്യാറുണ്ട്. അയ്യോ എനിക്കതൊന്നും കിട്ടിയില്ലല്ലോ എന്ന് ഞാനും വിചാരിക്കാൻ. നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേടോ. ബട്ട് ദിസ് ഈസ് ദാറ്റ്, നമുക്കത് മനസ്സിലാക്കിയാൽ മതി. വാട്ട് എവർ ഇൻ സോഷ്യൽ മീഡിയ എല്ലാം സത്യമല്ല. അത് വെച്ച് നമ്മളുടെ ലൈഫിനെ ഭയങ്കരമായിട്ട് കമ്പയർ ചെയ്ത് നമ്മളെ തന്നെ ഡൗൺ ആക്കാതിരിക്കുക, അത്രേ ഉള്ളൂ. എനിക്ക് ഈ ഇടയ്ക്ക് വന്ന കുറച്ച് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നി പറയണം എന്ന്. സോഷ്യൽ മീഡിയയിൽ കാണുന്നതെല്ലാം സത്യമല്ല എന്ന് പറയണത് തോന്നി. ഐ ഹോപ്പ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായെന്ന്. എല്ലാത്തിനും ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടാവും, അതിൽ നമ്മൾ കാണുന്നത് മാത്രമായിരിക്കില്ല സത്യം, അത് ഫേക്ക് ആവാനും ചാൻസ് ഉണ്ട്. സോ ഡോണ്ട് കമ്പയർ യുവർ ലൈഫ് വിത്ത് അതേഴ്സ്. സ്റ്റേ ഹാപ്പി, ഓൾവേസ് ബി ഹാപ്പി. നമുക്ക് ആകെ ഒരു ലൈഫേ ഉള്ളൂ, അത് നല്ല കിടിലനായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാം, അത്രേ ഉള്ളൂ. സ്റ്റേ പോസിറ്റീവ്. ബൈ.